Hi guys, welcome to Car Garage. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ന്യൂ സ്വിഫ്റ്റ് നെ പറ്റിയിട്ടാണ്. ഇൻറ്റീരിയർ സൈഡും അതേപോലെ തന്നെ അതിൻ്റെ സ്റ്റിയറിംഗ് വീലായാലും അതിൻ്റെ സെൻറ്ററിലെ ഡാഷ്ബോർഡിൻ്റെ സെൻറ്റർ ഭാഗത്തുള്ള പാനലിംഗ് ആയാലും, അതായത് സ്റ്റീരിയോ ഒക്കെ വരുന്ന പാനലിംഗ് ആയാലും, AC-യുടെ വിൻഡോസ് ആയാലും ഒരു നല്ല രീതിയിൽ ഒരു സ്പോർട്സ് ലുക്ക് പ്ലസ് ക്ലാസിക്കൽ ലുക്ക് വരുത്തുന്ന രീതിയിൽ ഇത് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഹാൻഡിൽസ്, പിന്നെ ബാക്ക് സീറ്റിൽ നല്ല ലെഗ് സ്പേസും കൊടുത്തിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെയാണ് അവർ ഡിസൈൻ ചെയ്തത്. അതായത് പിടിക്കുമ്പോൾ തന്നെ ഒരു വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഓരോ ഏരിയ അഡ്ജസ്റ്റ് ചെയ്യുന്നതായാലും, ഇപ്പോൾ ഫോഗ് അഡ്ജസ്റ്റ് ചെയ്യുന്നതായാലും, ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതായാലും എല്ലാം നല്ലൊരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റീരിയോയും ഒരു ഫ്രണ്ടേജ് നമ്മളുടെ ഡ്രൈവറിൻ്റെ സൈഡിലേക്ക് ചെരിഞ്ഞിരിക്കുന്ന ഒരു രീതിയിലാണ് അതിൻ്റെ സ്റ്റീരിയോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ഗ്ലോ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഗ്ലോ ബോക്സിന് അത്യാവശ്യം പഴയ സ്വിഫ്റ്റിൻ്റെ മാതിരി തന്നെ സ്പേസ് ഉണ്ട്. പിന്നെ ഒരു ഒരു ഡാഷ്ബോർഡ് ഡിസൈൻ എന്ന മാതിരി ഒരു പാനലിങ് കൊടുത്തിട്ടുണ്ട്. ഈ പാനൽ മെറ്റാലിക് പെയിൻ്റാണ് യൂസ് ചെയ്തെന്ന് തോന്നുന്നുണ്ട്. ഒരു നല്ലൊരു ഷൈനിങ് ഉണ്ട് ഇതിൽ. ക്യാമറ ക്ലിയർ അല്ലാത്ത ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ബാക്ക് സൈഡിലായിട്ട് ഒരു ബോട്ടിൽ വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഹാൻഡ് ബ്രേക്കിന് ഫ്രണ്ടിലെ ഭാഗം നോബ് കോം കൊടുത്തിട്ടുണ്ട്. ലൈറ്റ്സ് സാധാരണ സ്വിഫ്റ്റിനുണ്ടായ പോലെ തന്നെ ലൈറ്റ്സ് ആണ് ഓൺ ഓഫ്, സാധാരണ മാതിരി തന്നെയാണ്. പഴയ സ്വിഫ്റ്റിൻ്റെ മാതിരി തന്നെയുള്ള പവർ വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നോബ് ഡോർ പെഡ്മെൻ്റാണ് കൊടുത്തിരിക്കുന്നത്. ഓട്ടോമാറ്റിക് ഗ്ലാസ് അഡ്ജസ്റ്ററും കൊടുത്തിട്ടുണ്ട് ഇതിൽ. പിന്നെ അതിൻ്റെ ഡോർ ഹാൻഡിൽ, ഇന്നർ ഹാൻഡിൽ ഫുൾ ക്രോം ഫിനിഷിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ വീഡിയോ ഓപ്ഷനിൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്, ഡ്രൈവർ സൈഡിലുള്ള സീറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ലിവറും കൊടുത്തിട്ടുണ്ട്. ബാക്കിലെ ഡിക്കി ഓപ്പൺ ചെയ്യാനായിട്ട് സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പുതിയ ടൈപ്പ് ടെക്നോളജി തന്നെയാണ്. അതായത് നമ്മളുടെ നിസാൻ സണ്ണി ആയാലും HUV ആയാലും ആ വണ്ടികൾക്ക് വരുന്ന ഒരു ടെക്നോളജി തന്നെയാണ് സ്വിഫ്റ്റിന് കൊടുത്തത്. ആ ബട്ടൺ ഞെക്കിയിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്ത് ഡിക്കി വരും. അതേപോലെ തന്നെ ഡിക്കി സ്പേസും നല്ല രീതിയിലുള്ള ഡിക്കി സ്പേസും, മറ്റേ പഴയ സ്വിഫ്റ്റിനേക്കാളും കൂടുതലുള്ള ഡിക്കി സ്പേസ് ഉണ്ട് ഈ വണ്ടിക്ക്. പിന്നെ ബീറ്റിന് വരുന്ന മാതിരി നമ്മളുടെ ബാക്കിലെ ഡോറ് തുറക്കുന്നത് ക്വാർട്ടർ പാനൽ ഗ്ലാസിൻ്റെ, അതായത് ടോപ്പ് വശത്തായിട്ടാണ് ഡോറിൻ്റെ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത്. എൻ്റെ ബമ്പറിന് കട്ടിങ് എന്ന രീതിയിലൊരു കട്ടിങ്ങും കൊടുത്തിട്ടുണ്ട്. LED ടൈപ്പ് മോഡലിലാണ് ടൈലൈറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു കാണാനും രസമുള്ള ഒരു സ്പോർട്സ് ലുക്കിലുള്ള സ്റ്റിയറിംഗ് വീലാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അതിൽ കോൾ അഡ്ജസ്റ്ററൊക്കെ ഉണ്ട്. കോൾ ചെയ്യാം, അതേപോലെ തന്നെ വോളിയം കൺട്രോൾ ചെയ്യാം, സെറ്റിൻ്റെ ഫോൾഡർ ചേഞ്ച് ചെയ്യാം, മ്യൂട്ട് ചെയ്യാം, അങ്ങനെയുള്ള എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് വീഡിയോ ഓപ്ഷനാണ്. ഈ ഓപ്ഷനിലടക്കം ഇതേപോലെ എല്ലാം വരുന്നുണ്ട്. എയർ ബാഗ് വരുന്നുണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡ് പാസഞ്ചർ സൈഡും എയർ ബാഗ് വരുന്നുണ്ട്. ഇതേപോലെയുള്ള ഒരു സ്റ്റീരിയോയും കൊടുത്തിട്ടുണ്ട്. നല്ല കാണാനായിട്ട് ഒരു പോഷ് ലുക്ക് തന്നെയാണ്. അതേപോലെ തന്നെ മിനി കൂപ്പറിൻ്റെ മാതിരിയുള്ള ഒരു
AC വിൻഡോസാണ് കൊടുത്തിരിക്കുന്നത്, റൗണ്ട് ടൈപ്പ്. അതേപോലെ ഗിയർ ലിവറിൻ്റെ ഏരിയ ആയാലും നല്ലൊരു സ്മാർട്ടായിട്ടുള്ള ഗിയർ ലിവർ ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു നല്ല പിടിക്കുമ്പോൾ തന്നെ അറിയാം, ഒരു വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ 12 വോൾട്ട് ഒരു USB പോർട്ടും പിന്നെ 12 വോൾട്ടിൻ്റെ ഒരു ഹോൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻജിൻ ക്യാബിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻജിൻ ക്യാബിൽ സാധാരണ കോൺട്രാജറ്റ് എൻജിൻ തന്നെയാണ് അതിൽ ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ എയർ ഫിൽറ്ററും ഇൻ്റർകൂളറിൻ്റെ വലിപ്പം വ്യത്യസ്തപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തേക്ക് സൗണ്ട് വരാണ്ടിരിക്കാനായിട്ട് ഇൻസുലേഷൻ, ബോണറ്റും ഇൻസുലേഷൻ നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ടിലെ ബമ്പറിൻ്റെ അവിടെ ബീഡിങ് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിക്ക് വെയിറ്റ് തീരെ കുറവാണ്. അപ്പോൾ വെയിറ്റ് തീരെ കുറയുമ്പോൾ നമുക്ക് മൈലേജ് നല്ല രീതിയിലുള്ള മൈലേജ് കിട്ടും. പക്ഷേ വണ്ടി അങ്ങനെ ചെറിയ തട്ടൽ ഇടിക്കുക മുട്ട ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് പെട്ടെന്ന് ഡാമേജ് വരാനുള്ള രീതിയിലുള്ള മെറ്റലാണ് അതിന് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജാണ്. പക്ഷേ അതിൽ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസൊക്കെ നല്ല രീതിയിലുള്ള ഓപ്ഷൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൽ എൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറഞ്ഞുതരാം. സ്വിഫ്റ്റ് ഇതിൽ കോൺട്രാജറ്റ് എൻജിൻ തന്നെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ എയർ ഫിൽറ്ററും പിന്നെ അതിൻ്റെ ഇൻ്റർകൂളറും ഇത്തിരി വലിപ്പ വ്യത്യാസമായിട്ട് കൊടുത്തിരിക്കുന്നു. ബാക്കി എൻജിൻ സെയിം കോൺട്രാജറ്റ് എൻജിനാണ്. പക്ഷേ സൗണ്ട് കുറവാണ്. കാരണം ബോണറ്റിൻ്റെ ടോപ്പ് സൈഡ് ആയാലും ബാക്ക് സൈഡ് ആയാലും ബാക്കിൽ എൻജിൻ്റെ ക്യാബിനിലേക്ക് വരുന്ന സൈഡായാലും സൗണ്ട് കുറച്ചിട്ടുണ്ട് എൻജിൻ. അതായത് പുറത്തേക്കുള്ള സൗണ്ട് ശരിക്കും മറ്റുള്ള വണ്ടിയേക്കാളും പഴയ സ്വിഫ്റ്റിനേക്കാളും കുറവാണ്. ഇത് വി ഓപ്ഷൻ സ്വിഫ്റ്റാണ്. ഇതിൽ പവർ വിൻഡോ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ സ്റ്റിയറിങ്ങിൽ ഫുൾ കൺട്രോളിംഗ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് വോയിസ് കൺട്രോൾ ചെയ്യാം, ഫോൾഡർ ചേഞ്ച് ചെയ്യാം, മ്യൂട്ട് ചെയ്യാം. അതേപോലെ തന്നെ ബ്ലൂടൂത്ത് വഴി കോള് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ബ്ലൂടൂത്ത് സ്റ്റീരിയോ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അടുത്ത് പറയുന്ന കാര്യം മിറർ, മോട്ടോർ അഡ്ജസ്റ്ററാണ്. അപ്പോൾ അതേപോലെ തന്നെ എയർ ബാഗ് ഉണ്ട്, ABS ഉണ്ട്, EBD ഉണ്ട്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ ഈ വീഡിയോ ഓപ്ഷനിലും സ്വിഫ്റ്റിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ നമ്മളുടെ ഗിയർ ലിവർ പഴയ സ്വിഫ്റ്റിനേക്കാളും ഇത്തിരി ഓൾട്ടർ ചെയ്ത് നല്ലൊരു പിടിക്കുമ്പോൾ തന്നെ ഒരു വെയിറ്റ് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അങ്ങനെ അകത്തേക്ക് സൗണ്ട് കാര്യങ്ങളൊക്കെ തീരെ കുറവാണ്. ഒരു സ്റ്റാൻഡേർഡ്, അതായത് വലിയ തോതിലുള്ള സൗണ്ടൊന്നും അകത്തേക്ക് വരും. ഓപ്ഷൻ സ്വിഫ്റ്റാണ്. ഇതിൽ ടോട്ടൽ എമൗണ്ട് വന്നിരിക്കുന്നത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 7,91,000 രൂപയാണ് നമ്മൾക്ക് വന്നിരിക്കുന്നത്. ഈ വണ്ടി എടുത്തത് ഇൻഡസ് മോട്ടേഴ്സ് തൃശ്ശൂരിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്.